സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Welcome to my channel. So last class we were discussing some of the basic concepts. So again today we are going to something different. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്? നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലാസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനാണ്. ബട്ട് ഐ ഡിൻ ഗെറ്റ് എനി ഡൗട്ട് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. കമൻസിൽ വരുന്ന ഡൗട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യും, എന്നിട്ടാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാറ്. പക്ഷെ ആരും ഡൗട്ട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ലിയറിംഗ് ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഈ നമ്പർ കാണിച്ചിട്ടാണ് പറയുന്നത്. നോക്കൂ, ഒരു വലിയ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ ഈ നമ്പർ? 602200000000000000. അങ്ങനെ കുറേ സീറോസ് എഴുതിയ ഒരു വലിയ നമ്പറിൽ ഈ നമ്പർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് യൂസിങ് ദിസ് നമ്പർ. Do you remember what number is this or which number is this? I will show you. The number is 6.222 into 10 raised to 23. ഇതെന്താണ്? ഇതാണ് നമ്മുടെ അവോഗാഡ്രോ നമ്പർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അവോഗാഡ്രോ നമ്പർ എന്താ? അതായത് ഒരു മോളിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ നമ്പറാണ് എന്ത്? 6.022 into 10 raised to 23 അല്ലേ. ഈ ഒരു നമ്പറാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ, നോക്കൂ ഇത് എന്തൊരു ടഫാല്ലേ പഠിക്കാൻ. ഇനി വേറെ ഒന്ന് ഞാൻ കാണിച്ചുതരേ. 0.00000025. ഇതെന്താ ശരിക്കും? ഇത് 1നേക്കാളും വളരെ സ്മോൾ ആയിട്ടുള്ളൊരു നമ്പറാണ് അല്ലേ. 0.0000 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ എത്രയോ ചെറിയൊരു നമ്പറാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക നമ്മളെ കാര്യത്തിൽ പറയാം, നമുക്കത് പഠിക്കാനും ബുദ്ധിമുട്ടല്ലേ. എത്ര സീറോസ് ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടൊക്കെ നോക്കണം. അപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഇവർ വന്നത്, ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇത് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ വലിയ പേരുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവരെന്തെങ്കിലും ഷോർട്ട് ആക്കിയിട്ട് അവരെ പെറ്റ് നെയിം വിളിക്കും അല്ലേ. എല്ലാവരും ചെയ്യണ കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ വീട്ടിൽ നമ്മളെ പെറ്റ് നെയിംസാണ് വിളിക്കുക. എന്തിനാ? അതാണ് നമുക്ക് കൺവീനിയൻ്റ്, ആലോചിക്കാൻ എളുപ്പം. ഇതിങ്ങനെ കുറേ പേരൊക്കെ വിളിക്കുന്നതിലും ഈസി അല്ലേ. അപ്പോൾ എന്താണ് സയൻറ്റിഫിക് നൊട്ടേഷൻ? സയൻറ്റിഫിക് നൊട്ടേഷൻ ഇസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് വെരി ലാർജ് നമ്പർ ഓർ വെരി സ്മോൾ നമ്പർ ഇൻ എ ഷോർട്ട് ഫോം. അവരെ നമ്മളൊന്ന് ഷോർട്ടാക്കിയിട്ട് അത് വിചാരിച്ചിട്ട് അവരെ നമ്പർ കുറയ്ക്കാൻ പാടില്ല, അവരെ സീറോസ് ഒന്നും കുറയ്ക്കാൻ പാടില്ല. ബട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അവരൊന്ന് ഷോർട്ടാക്കി എഴുതുക. ഇതാണ് ഇവിടെ ഞാൻ എഴുതിയത്. 60 ഇത്രയും വലിയ നമ്പർ ഇങ്ങനെ എഴുതിയ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ആണ്, ഈ നമ്പറാണ്. പക്ഷെ അതിൽ ഒരു നമ്പറിന് പോലും ചേഞ്ച് വരാൻ പാടില്ല. അങ്ങനെ വന്ന ആൻസർ തെറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെ സയൻറ്റിസ്റ്റുകൾ നമുക്കറിയാം, ഇപ്പോൾ ഏർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ലാർജ് നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ്. അതിങ്ങനെ 00 വെച്ചിട്ടൊന്നും ഞാൻ പറയാൻ പറ്റില്ല. അതേപോലെ നമുക്കറിയാം ദ സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഇൻ വാക്യൂം ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 000 എന്നൊക്കെ പറയാൻ ഡിഫിക്കൽട്ടാണ്. സോ ഇൻ ഓർഡർ ടു avoid that problems, we are using scientific notation. So what is scientific notation? Scientific notations are used to represent very large numbers or very small numbers in a short form. Now small number 1നേക്കാൾ എത്രയോ ചെറിയ നമ്പർ അല്ലേ. അപ്പം ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ വേണ്ടേ, എങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ എഴുതിയെന്ന് അറിയണ്ടേ. അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് യു ഷുഡ് ബി വെരി ക്ലിയർ. കാരണം 1 മാർക്കിനൊക്കെ ചോദിക്കാം. റൈറ്റ് ദ സയൻറ്റിഫിക് നൊട്ടേഷൻ ഫോർ ഇങ്ങനെ ഒരു നമ്പർ തരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ തരാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ദിസ് നമ്പർ ഇൻ ദ ഒറിജിനൽ ഫോം. സയൻറ്റിഫിക് നൊട്ടേഷൻ തന്നിട്ട് റിയൽ ഫോമിൽ എഴുതാനൊക്കെ പറയും. സോ ടു ബി വെരി കെയർഫുൾ, നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഓരോ റൂളായിട്ടാണ് നിങ്ങളോട് പറയാം. ഓരോ റൂള് പറയും, അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്യാനും നോക്കും. അപ്പോൾ എന്താണ് ഫസ്റ്റ് റൂൾ എന്ന് നോക്കാം. So first rule, to convert a number to scientific notation, place or move the decimal of the number until the number is greater than 1 and less than 10. അപ്പോൾ എന്താ മനസ്സിലായോ? അതായത് ഇപ്പം ഞാൻ എഴുതുക, എൻ്റെ കയ്യിൽ ഈ ഒരു നമ്പർ ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്താണ്? ദ നമ്പർ, അതായത് മൂവ് ദ ഡെസിമൽ ഇൻ സച്ച് എ വേ ദാറ്റ് ദ നമ്പർ ഇസ്
ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെസ് ദാൻ 10. നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ 6.02 അല്ലേ, 6.022 ഇൻറ്റു 10⁻²2 ഇൻറ്റു 10⁻23. ഇതിലെ ഈ നമ്പറാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് ദ നമ്പർ എന്ന് പറയുക. ഇതാണ് എക്സ്പോണൻറ്റ്, ഇതിൻ്റെ 10ൻ്റെ എക്സ്പോണൻ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ്. ഈ ഒരു നമ്പർ നമ്മൾ ഡെസിമലിൽ പ്ലേസ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10, 10നേക്കാളും കുറവായിട്ടായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1നേക്കാളും ഗ്രേറ്റർ ആയിട്ട്. ഇതിപ്പോൾ 10നേക്കാളും താഴെ 6 അങ്ങനെ പറഞ്ഞാൽ എന്താ, അത് 6.022. അതെന്താ, അത് 10നേക്കാളും ലെസ്സും ആണ്, ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. I can never write 60.22 എന്ന് കോഎഫിഷ്യൻ്റ് ചെയ്തത്, ബിക്കോസ് 60 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണല്ലോ. സോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല, പോയിന്റ് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റ് എന്നല്ല, കറക്റ്റ് സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോൾ ദർ ആർ സം റൂൾസ്, സോ വി ഹാവ് ടു ഫോളോ ദാറ്റ്. 0.6022 എന്നും നമ്മൾ എഴുതരുത്, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. 0.6 എന്ന് പറഞ്ഞാൽ എന്താ, 1നേക്കാളും അല്ലേ 0.6789 കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തറിയാം, നമുക്ക് 1 എന്ന് പറഞ്ഞത്. അപ്പോൾ 0.6 ഇറ്റ് ഇസ് ലെസ് ദാൻ 1. സോ വി ഷുഡ് ഫിക്സ് ദ കോഎഫിഷ്യൻറ്റ്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഞാൻ എപ്പോഴും എന്തിൽ ഫിക്സ് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെസ് ദാൻ 10. ഇതെന്നെ ആലോചിച്ചാൽ മതി. കണ്ടോ, ഇത് 6 ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ചെയ്യാന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കോളൂ. റെക്കോർഡ് ഡൗൺ ദ കോഎഫിഷ്യൻറ്റ് ആൻഡ് കൗണ്ട് ദി നമ്പർ ഓഫ് സ്റ്റെപ്സ് ദ ഡെസിമൽ പോയിന്റ് വാസ് സ്മൂത്ത്. അപ്പം നമ്മളിനി ഞാൻ ഫിക്സ് ചെയ്യണം, എനിക്ക് കോഎഫിഷ്യൻറ്റ് ഫിക്സ് ചെയ്തു. ഞാൻ എന്ത് ഫിക്സ് ചെയ്തു, 3 ആണ് ഞാൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം 3 പോയിന്റ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെസ് ദാൻ 10. അപ്പം എനിക്ക് 3 പോയിന്റ് ഫിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ ഒരു നമ്പർ എഴുതി, ഇറ്റ് ഇസ് അൺടെസ്റ്റഡ് ദാറ്റ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഡെസിമൽ ഉള്ളത് അല്ലേ. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോട്ടിലിൻ്റെ വില 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 20.00 എന്നാണ് അല്ലേ. അതായത് അല്ലെങ്കിൽ ഞാൻ പറയണം 2050 അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാം 20 കഴിഞ്ഞിട്ട് 0.50 ഉണ്ട് അല്ലേ, 20 rupees 50 paise. 20 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അൺടെസ്റ്റഡ് ദാറ്റ് 20 കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പാണ്, അവിടെ വേറെ വാല്യൂസ് ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഡെസിമൽ. ഇപ്പം ഇത് കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവണം എന്ത്, 30 കഴിഞ്ഞിട്ട് ഈ 308,000 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ. ഓക്കെ, ഇത് അൺടെസ്റ്റഡ് ആണ്. ഇത് ഏത് നമ്പർ ഇങ്ങനെ ഡെസിമൽ ഇല്ലാതെ തന്നാലും നമ്മുടെ മനസ്സിൽ വേണം അത് കഴിഞ്ഞു, അതിൽ പോയിന്റ് ആണ്, അതിൻ്റെ അപ്പുറത്തേക്കും വേറൊരു നമ്പർ ഇല്ല, ഇപ്പുറത്തേക്കും വേറൊരു നമ്പർ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയാണ് ഞാൻ കോഎഫിഷ്യൻറ്റ് ഫിക്സ് ചെയ്യാണ് ഈ 3ന്. അപ്പോൾ ഡെസിമൽ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഐ ഹാവ് ടു മൂവ് ദിസ് ഡെസിമൽ, ഇങ്ങോട്ടേക്ക് ഈ ഡെസിമലിനെ മൂവ് ചെയ്യണം. എനിക്ക് തോന്നുന്ന പോലെ അങ്ങനെ വെറുതെ മൂവ് ചെയ്യാൻ പറ്റില്ല. 3.0800 എന്ന് പറഞ്ഞാലും ഈ 308,000 എന്ന് പറഞ്ഞാലും നല്ല ഡിഫറൻസ് ഉള്ള നമ്പറാണ്. എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റാവുമോ, ഇല്ല, വാല്യൂ മാറി. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡെസിമൽ എത്ര ജമ്പ് ചെയ്യുന്നോ അത്ര തന്നെ ഇൻറ്റു 10⁻² കൊടുക്കണം. ആ 10⁻² എന്നുള്ളത് എത്രയാണെന്നുള്ളത് അറിയാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ ഫിക്സ് ചെയ്തു, ഇറ്റ് ഈസ് 3ൻ്റെ അടുത്തേക്കാണ് പോയിന്റ് ഇടാൻ ഉദ്ദേശിച്ചത്, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പം ഞാൻ ഈ ഡെസിമലിൻ്റെ ജമ്പ് ചെയ്യിപ്പിച്ചതാണ്. എങ്ങോട്ടായി ഡെസിമലിൻ്റെ ജമ്പ് ചെയ്യിപ്പിച്ചത്, ഈ ഡെസിമലിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങോട്ടേക്കും ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടേക്കും ആണല്ലോ അല്ലേ. ഇതിൻ്റെ റൈറ്റ്, ഇതിൻ്റെ ലെഫ്റ്റ്. അപ്പോൾ ഞാൻ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ ജമ്പ് ചെയ്യുന്നത്, ഞാൻ ലെഫ്റ്റിലേക്കല്ലേ ജമ്പ് ചെയ്യുന്നത്. എത്ര സ്റ്റെപ്പ് ജമ്പ് ചെയ്തു, 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ് ജമ്പ് ചെയ്തില്ലേ. അപ്പോൾ അതെങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്തത്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വരുന്നത് പോസിറ്റീവാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലെഫ്റ്റിലേക്കാണ് ഡെസിമൽ ജമ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സ്പോണൻഷ്യൽ എത്ര ജമ്പ് ചെയ്ത് ഇറ്റ് ഷുഡ് ബി ഇൻ എ പോസിറ്റീവ് നമ്പറേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിനോട് 10 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനോട് ഒരു ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ 30 പോയിന്റ് അല്ലേ. ഏതൊരു നമ്പറിനോടും 10 മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു ഡെസിമൽ അങ്ങോട്ടേക്ക് പോയി. ഇത് നിങ്ങളുടെ ബേസിക് മാത്സ് ആണ്. അപ്പം ഇതിനെ ഞാൻ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 30.8000 വന്നു.
ഇനി ഒരു തവണയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 തവണ എനിക്ക് ചെയ്യണം. അപ്പോൾ 308.00 വന്ന്. ഇനി ഞാൻ ഒരു തവണയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു തവണ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു തവണ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടോ ഇപ്പം എന്തായി? 1 2 3 4 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒറിജിനൽ വാല്യൂ കിട്ടി. ഇവിടെ ഒരു മാറ്റവും ഇല്ല. 3.0800 എന്ന് പറഞ്ഞ നമ്പറിനെ 10നെ 5 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഈ ആൻസർ കിട്ടും. അപ്പം ഇപ്പോൾ വായിക്കാൻ ഒരു സുഖം ഉണ്ടല്ലോ. എന്താ അപ്പോൾ വായിക്കുക? 3. ഇനി ഈ സീറോൻ്റെ ആവശ്യമില്ല. 3.0 × 10⁵. 3.0 × 10⁵. ബാക്കി എനിക്കറിയാം. കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ആ സീറോ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ. 3 ആദ്യം ഒരു തവണ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക 30.8, ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 38, ഇനി ഒന്നുകൂടെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3080, ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 30800, ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 308000. ഇപ്പം മനസ്സിലായോ അല്ലേ? അതന്നെയല്ലേ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 5 ടൈംസ് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഒറിജിനൽ നമ്പർ കിട്ടിയില്ലേ? അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് വായിക്കാൻ എന്ത് സുഖമുണ്ട്. 3.08 × 10⁵. അല്ലാതെ ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു. അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോൾ 30800 അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കുക. വി ഹാവ് ടു ഗിവ് ദിസ് വൈ ഇൻ ദ സയൻറ്റിഫിക്. അതും ഇനിയിപ്പോൾ എനിക്ക് തോന്നിയ പോലെ 30.8 എന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല. ബിക്കോസ് സയൻറ്റിഫിക് ഇഫ് യു ഹാവ് ടു റൈറ്റ് ഇൻ എ പ്രോപ്പർ സയൻറ്റിഫിക് നൊട്ടേഷൻ, ദിസ് നമ്പർ, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. ക്ലിയർ ആയോ? ഇപ്പോൾ കണ്ടോ ഈ ഒരു നമ്പർ ഞാൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ എഴുതി എന്നുള്ളത്. അപ്പോൾ ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ കണ്ടാൽ ആദ്യം മനസ്സിലാക്കണം ഡെസിമൽ ഇസ് അറ്റ് ദ ലെഫ്റ്റ്, ഏറ്റവും അതിൻ്റെ എൻഡിലാണുള്ളത്. ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്തു? 1 2 3 4 5 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് പോസിറ്റീവാണ്. ഇതിനി അത്രയും ആലോചിക്കേണ്ട. ഈ നമ്പർ 1നേക്കാളും ബിഗ് അല്ലേ? 10നേക്കാളും ബിഗ് ആയ ഒരു നമ്പർ അല്ലേ? ബിഗ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എപ്പോഴും പോസിറ്റീവാണ്. ഇനി ഞാൻ കാണിച്ചത് എപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് നോക്കൂ. മൂവിങ് ദ ഡെസിമൽ to the right gives the negative exponent, whereas moving the decimal to the left make positive exponent. അപ്പം ഇനി അടുത്ത നോക്കിക്കോട്ടോ. 0.00041 കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഇത് 1നേക്കാളും കുറവാണ് അല്ലേ? ഇതെന്താണ്? 1നേക്കാളും കുറവാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാം 1 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 10 ഇറ്റ് ഇസ് ഈക്വൽ ടു 0.1. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? 1 × 10 എന്ന് പറയുന്നത് 10ഉം 1 ഡിവൈഡഡ് 10 എന്ന് പറഞ്ഞാൽ എത്ര സീറോ ഉണ്ടോ അത്രയും പോയിന്റ്സ് ഇട്ടു. ഈ ഒരു നമ്പർ നമ്മളെങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷൻ വെക്കുക. അപ്പോൾ ഇതിൽ ഇത്ര കാര്യം നോക്കിയാൽ മതി. 0.00 എന്ന് കണ്ടാൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കോഎഫിഷ്യന്റ് ഫിക്സ് ചെയ്യണം. കോഎഫിഷ്യന്റ് എങ്ങനെ ഫിക്സ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. 41 എന്നുള്ളത് നമുക്ക് 4 പോയിന്റിനെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ 4.1 എന്ന് കൊടുത്തു. കാരണം ഇനി ഈ സീറോനെ എങ്ങനെയാണ് ഞാൻ ജമ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെയാണ് ഇപ്പം ഡെസിമൽ ഉള്ളത് അല്ലേ? നമുക്കറിയാം ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? നമ്മൾ പോസിറ്റീവ് കൊടുക്കും. ഈ ഡെസിമൽ ഇപ്പം റൈറ്റ് ഇതാ, ഇതിൻ്റെ ലെഫ്റ്റ് ഇതാണ്, ഇതിൻ്റെ റൈറ്റ് ഇതാണ് അല്ലേ? ഇനി റൈറ്റിലേക്കല്ലേ ജമ്പ് ചെയ്യാൻ പോകുന്നത്? എത്ര ജമ്പ് ചെയ്യുന്നുണ്ട്? 1 2 3 4 എണ്ണം ജമ്പ് ചെയ്ത് എങ്ങോട്ടേക്ക്? റൈറ്റിലേക്ക്. സോ 4.1 × 10⁻⁻4. ഇതെന്താണ്? 4.1 × 10⁻⁻4. ഇത് കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ 4.1നെ നമ്മൾ 10⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/10 അല്ലേ? 10⁻⁻. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? 4.1 ഡിവൈഡഡ് ബൈ, ഞാൻ ഒരു തവണ 10 ചെയ്യാണ്, 0.41 വന്നു. അപ്പോൾ 1 ടൈം ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് 4.1 ഡിവൈഡഡ് ബൈ 4 അല്ല, കിട്ടിയ ആൻസർ എത്തിയാൽ 0.41. 0.41 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 0.041. 0.041 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 0.0041. 0.0041 ഡിവൈഡഡ് ബൈ 10 എത്രയാ?
0.00041. ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ? എത്ര തവണ ഡിവൈഡ് ചെയ്തു? 1 2 3 4 4 ടൈംസ് അല്ലേ? അതല്ലേ ഇവിടെ കാണിച്ചത്. 1 2 3 4 കണ്ടോ? ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. ഇനി ഇതൊക്കെ കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇപ്പോൾ കാണിച്ചതെന്ന് തോന്നരുത്. ഇതൊക്കെ ബേസിക് മാത്സ് ആണ്. ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്ത ഡെസിമൽ എന്തെന്ന് നിങ്ങൾക്കറിയാലോ. ജമ്പ് ചെയ്യണ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സയൻറ്റിഫിക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കോഎഫിഷ്യൻ്റ് ഫിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിക്കോട്ടെ. കോഎഫിഷ്യൻ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും വലിയ നമ്പറാണ്. ഫസ്റ്റ് യു ഹാവ് ടു ചൂസ് 1 ഡിജിറ്റ്, അതായത് ഒറ്റ ഡിജിറ്റ്. അത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 10. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ നമ്പർ ആയിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയാണ് എന്തുള്ളത്? പോയിന്റ് ഉള്ളത്. ഇനി പോയിന്റിന് എങ്ങോട്ട് ജമ്പ് ചെയ്യിപ്പിക്കണം എന്നാ? ഇങ്ങോട്ടേക്കാണോ? പോയിന്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നെഗറ്റീവും ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവും ആണ് കേട്ടോ. അപ്പോൾ ഈ ഡെസിമലിൽ ഇങ്ങോട്ടേക്കല്ലേ ജമ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്ര ജമ്പ് ചെയ്യും? 1 2 3 4 ടൈംസ് ജമ്പ് ചെയ്താൽ 6 പോയിന്റ്. അപ്പോൾ 6.022 ഇൻറ്റു 10⁻⁴. അണ്ടർസ്റ്റുഡ് ആണ്? ഇതെന്താണ്? ഇത് എത്രയാ? 6.0220 ആണ് ഇൻറ്റു 10⁻3. അത് വേണ്ട, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ 6.022 ഇൻറ്റു 10⁻4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഓരോ തവണയും മൾട്ടിപ്ലൈ ചെയ്ത് ഈ ആൻസർ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് സയൻറ്റിഫിക് നൊട്ടേഷനിൽ. അതിന് നിങ്ങളോട് ഇതേപോലെ തന്നെ ചോദിക്കും, whether this value is correct or whether this value is in correct representation. ഇതിൽ ഏത് വാല്യൂ ആണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ? ഇതിലേതാ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ബിക്കോസ് ചിലപ്പോൾ ഇതന്നെ ക്വസ്റ്റ്യന് ചോദിക്കും, ചൂസ് ദിസ് 2 numbers which is given in the correct scientific notation. ഇതാണ്. ബിക്കോസ് ഇവിടെ 60 ആണ് തന്നത്. ഒരിക്കലും കോഎഫിഷ്യൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10. ഹിയർ ദ കോഎഫിഷ്യൻ്റ് is less than 10 and it is greater than 1. So this is the correct method of representing and this is the wrong way of representing in scientific notation. അത് സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ റൂൾ പ്രകാരം തെറ്റാണ്. പക്ഷേ ഇതൊരു നമ്പർ തെറ്റല്ല, കറക്റ്റ്. ബട്ട് സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോൾ വി ഷുഡ് ഫോളോ ദിസ് റൂൾസ്. കാര്യം മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ റൂൾസിൽ പറഞ്ഞത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ കോഎഫിഷ്യൻ വിച്ച് ഷുഡ് ബി ലെസ് ദാൻ 10 and greater than 1 and the decimal. We have to count how many steps the decimal has moved. If the decimal has moved to the left, it will be a negative exponent. It will be a positive exponent. If it is in right, will be in a negative exponent. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂഷ്വലി എൻ്റെ 10th ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തരും, യു ഹാവ് ടു ഡു ഇറ്റ്. ഞാനല്ല ചെയ്യുക, നിങ്ങൾ ചെയ്യും. യു വിൽ പോസ് ദ വീഡിയോ ആൻഡ് ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വെദർ ദ ആൻസർ ഇസ് കറക്റ്റ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഐ ഗോട്ട് ദ 2 ആൻസേഴ്സ് കറക്റ്റ്. അപ്പോഴാണ് എനിക്ക് എന്ത് മനസ്സിലാവുക? ഓക്കെ, കേൾക്കുന്നവർക്ക് അത് മനസ്സിലായെന്നല്ലേ? അപ്പോഴല്ലേ എനിക്കും അതിൻ്റെ, കാരണം എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല നിങ്ങളോട്. സോ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ യു പീപ്പിൾ ആർ ഫോളോയിങ് ഓൺലി ജസ്റ്റ് ബൈ നോയിങ് യുവർ ഓർ ജസ്റ്റ് റീഡിങ് യുവർ കമൻറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കൂ. അപ്പോൾ നോട്ട് കമ്പൽസറി ആയിട്ട് ഉണ്ടാവുന്നത് നല്ലതാട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്യാനും ഒക്കത്തിനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇഫ് യു ആർ കീപ്പിംഗ് എ നോട്ട് ഓഫ് യുവർ ഓൺ. നമ്മുടെ ക്ലാസ്സിൻ്റെ ആയാലും ക്വസ്റ്റൻസ് ഞാൻ തരും. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ പുതിയ നോട്ട് വേണമെന്നൊന്നുമില്ല. ലാസ്റ്റ് ഇയർത്തെ ഏതെങ്കിലും കുറച്ച് നോട്ട്സിൻ്റെ ബാക്കിയോ, ബട്ട് നോട്ട് വേണം. അല്ലാതെ ഓരോ സമയം എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ക്വസ്റ്റൻ എടുത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. സ്പീഡ് ഓഫ് എ ലൈറ്റ് ഇസ് മെഷേർഡ് ആസ് 186,000 miles per second. Represent in scientific notation. ക്വസ്റ്റ്യന് ചോദിക്കാം 1 mark 2 mark ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടി. സെക്കൻഡ് വൺ, ദ ഹൈഡ്രോജൻ ഹാസ് എ റേഡിയസ് ഓഫ് 2.5 × 10⁻⁻11. റൈറ്റ് ദ നമ്പർ ഇൻ സ്റ്റാൻഡേർഡ് ഫോം. സയൻറ്റിഫിക് നൊട്ടേഷനിലെ തന്നെ വി ഹാവ് ടു റൈറ്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്ത് യു ഹാവ് ടു ഡു ഇറ്റ് യുവർ ഓൺ. ഞാനിത് ചെയ്തുതരാം എങ്ങനെയാണെന്നുള്ളത്. സ്പീഡ് ഓഫ് എ ലൈറ്റ് എത്രയാണ് എനിക്ക് തന്നിരിക്കുന്നത്? 186,000. ഇത് കണ്ടാൽ തന്നെ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടേക്കും. ഓക്കെ, ഇനി ഞാൻ കോഎഫിഷ്യൻറ്റ് ഡിസൈഡ് ചെയ്യണം. കോഎഫിഷ്യൻറ്റ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ വെറുതെ ഞാൻ ഒരു കോമഡി കേട്ടോ. എന്തിനാ വെച്ചാൽ എനിക്ക് മനസ്സിലാവണം. ഞാനിവിടെ ഇതാണ് 1.86 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? 1 is greater than അല്ലേ? 1 is, അതായത് ഇറ്റ് ഷുഡ് നോട്ട് ബി
ലെസ് ദാൻ 1 ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഡെസിമലിന് എത്ര ജമ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് അല്ലേ. ഈ ഒരു വലിയ വാല്യൂ തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, അതായത് എക്സ്പൊണൻ്റ് പോസിറ്റീവ് ആവും. ചെറിയ വാല്യൂസിനാണ് നെഗറ്റീവ്. അപ്പം ഞാൻ നോക്കുക, ഞാൻ എവിടേക്കാണ് ജമ്പ് ചെയ്യിപ്പിക്കുന്നത് ഈ നമ്പർ, ഈ ഡെസിമൽ. ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 2 3 4 5 അല്ലേ, 5 തവണ ഈ ഡെസിമൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? 1.86. പിന്നെ നമ്മൾ ആ 00 എഴുതരുത് കേട്ടോ, പിന്നെ നമുക്ക് കാര്യമില്ല. ഇൻറ്റു 10⁵5 ബിക്കോസ് ദ ഡെസിമൽ ഹാസ് ജംപ് ടു ദി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോസിറ്റീവ്. ലെഫ്റ്റ് ടു റൈറ്റ് ഒന്നും ചിന്തിക്കേണ്ട, വലിയ നമ്പർ അല്ലേ ഇത്, 0.00 ഒന്നുമില്ല. വലിയ നമ്പർ ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം 10⁵5. സോ ദ വാല്യൂ ഇസ് 1.86 ഇൻറ്റു 10⁵5. ഇനി എക്സാമിന് എഴുതി തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.86 എന്നാൽ 186 അപ്പോൾ ആദ്യം ഈ ഒരു തവണ 1.86 ഒരു തവണ ജമ്പ് ചെയ്തു, അപ്പോൾ 18.6. പിന്നെ രണ്ടാമത്തെ തവണ ജമ്പ് ചെയ്തപ്പം 186. മൂന്നാമത്തെ തവണ ജമ്പ് ചെയ്യണമെങ്കിൽ 0, 4th ടൈം 5th ടൈം. കണ്ടോ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനൊന്ന് 10 വെച്ചിട്ട് ഒന്ന് സൈഡിലൊന്ന് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. കണ്ടോ, ക്വസ്റ്റ്യൻ അതുതന്നെയല്ലേ നമ്മുടേത്. ഇനി ഇതാണ് സംഭവം. ഹൈഡ്രജൻ ഹാസ് എ റേഡിയസ് ഓഫ് 2.5 ഇൻറ്റു 10⁻⁻11. സോ യു ഹാവ് ടു റെപ്രസെൻറ്റ് ദിസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. വെരി സിമ്പിൾ. ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, മൈനസ് എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ, അത് ഇപ്പുറത്തേക്ക് പോകണം അല്ലേ. മൈനസ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, അപ്പോൾ അത് ഓരോ തവണയും ഇങ്ങോട്ടേക്കാണ് വാല്യൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 0.000 എന്തോ നമ്പറാണ്, എത്ര 0 ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ 2.5 ഇവിടെ എഴുതും. എത്ര ജമ്പ് ചെയ്യണം? 10⁻⁻11 അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ജമ്പ് എടുത്തു. 2 3 4 5 6 7 8 9 10 11. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് 2.5ൻ്റെ എന്ന് പറഞ്ഞാൽ 0.00 എന്തോ നമ്പറാണിത്. 0.0025 ആണ്. പക്ഷെ എത്ര 0 ആണെന്നുള്ളത് നമ്മൾ ഇവിടെ എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് നോക്കി, -11. അപ്പം നമ്മൾ ഈ ഡിജിറ്റിൽ നിന്ന് ഇവിടെയാണല്ലോ ഇപ്പോൾ എന്തുള്ളത്, അവിടുന്ന് ഒരു ജമ്പ് ചെയ്തു, അപ്പോൾ അത് ഇവിടെ എത്തി. പിന്നെ 2 3 4 5 6 7 8 9 10. നൗ ഐ വിൽ പുട്ട് zeros here. കണ്ടോ, ഇനി എന്താ വാല്യൂ നോക്കി നോക്കൂ. അപ്പോൾ ആ ഡെസിമൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എത്ര 0.0, എത്ര 0? 1 2 3 4 5 6 7 8 9 10. 10 0 1 2 3 4 5 6 7 8 9 10 2 5. ഈ ഒരു വാല്യൂ ആണ് ഇങ്ങനെ എഴുതുക. ഇനി അതും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഡെസിമൽ ഇവിടെയല്ലേ, ഇപ്പം നമ്മൾ ജമ്പ് ചെയ്യുക 1 2 3 4 5 6 7 8 9 10 11. 2.5 ഇൻറ്റു 10⁻⁻11. അതന്നെയല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യണം. കാരണം മൈനസ് ആണെങ്കിൽ അത് 0.00 എന്തോ നമ്പറാണ്, എന്തോ നമ്പറല്ല 0.00, എത്ര 0 ആണെന്നുള്ള ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബാക്കിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഒരു ലോജിക്കാണത്. ക്ലിയർ ആവുന്നുണ്ടോ? ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് കംസ് സം ഓഫ് ദി പ്രോപ്പർട്ടീസ്. നമ്മൾ എഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം വെറുതെ കാണിക്കട്ടെ, ഇതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. A ഇൻറ്റു ബി ഇൻറ്റു സി പ്ലസ് ടി നിങ്ങൾക്കറിയാം. AC പ്ലസ് AD പ്ലസ് BC പ്ലസ് BD ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതേപോലെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇഫ് വി ആർ ഡൂയിങ് വിത്ത് എ ടേം വിച്ച് ഈസ് ഹാവിങ് സയൻറ്റിഫിക് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ സയൻറ്റിഫിക് നൊട്ടേഷൻ, ദാറ്റ് ഈസ് സയൻറ്റിഫിക് നൊട്ടേഷൻ വെച്ചിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വെൻ ദേ ആർ മൾട്ടിപ്ലൈങ്, വെൻ ദേ ആർ സബ്ട്രാക്ടിങ്, ഓർ വെൻ ദേ ആർ ആഡിങ്, ഓർ വെൻ ദേ ആർ ഡിവൈഡിങ്. ഇതിനൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് നോക്കുന്നത്. ഇപ്പം ഇത് വാല്യൂസ് ആർ ഗിവൻ ഇൻ സയൻറ്റിഫിക് റെപ്രസെൻറ്റേഷൻ. ഹൗ വി ആർ ഗോയിങ് ടു ഡു ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു വാല്യൂ തരാം കേട്ടോ. 2.3 ഇൻറ്റു 10⁻³ മൾട്ടിപ്ലൈഡ് വിത്ത് 2.1 ഇൻറ്റു 10⁻⁴. മൾട്ടിപ്ലിക്കേഷൻ ആണ്.
2.3 ഇൻറ്റു 10⁻³ 2.1 ഇൻറ്റു 10⁻⁴ ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ വന്നാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, x⁻m ഇൻറ്റു x⁻n എന്താ? x⁻m+n. മാത്സ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? x⁻m+n ആണ്. അതന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2.3യും 2.1 ഇൻറ്റു ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രമാണ് മൾട്ടിപ്ലൈഡ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് നമ്പറിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 2.3 ഇൻറ്റു 2.1 ഇൻറ്റു 2.3 ഇൻറ്റു 2 ഇൻറ്റു ഇനി 10 ഉണ്ട്, 10⁻³ ഉണ്ട്, 10⁻⁴ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറിയോ? ഈ രണ്ട് വാല്യൂവിനെ x⁻m x⁻n പോലെ 10⁻³ + 4 ചെയ്യും. മനസ്സിലായോ? 10⁻³ + 4 ചെയ്യും. രണ്ട് പോസിറ്റീവ് അല്ലേ? അപ്പം എന്താ? ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 2.3 ഇൻറ്റു 2.1 ഇൻറ്റു 10⁻⁷. 1 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 4.83 ഇൻറ്റു 10⁻⁷. കണ്ടോ? 10⁻⁷. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ടു നമ്പേഴ്സ് ആൻഡ് ഈ എക്സ്പോണൻഷ്യൽ നമ്പറിൻ്റെ എക്സ്പോണൻസ്, ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻസ് എന്ന് പറയും. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സിമ്പിൾ അല്ലേ? ഇനി ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ, ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. 2.3 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻3 3 ഇൻറ്റു 10⁻⁻3. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുക? 2.3 ഇൻറ്റു 3. ഇത് അത്യാവശ്യം മാത്സ് അറിയണം കേട്ടോ. 10⁻⁻⁴ പ്ലസ് അല്ലേ -3. 10⁻⁻⁴ പ്ലസ് -3 രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടിനും എന്താ ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യും. 2.3 ഇൻറ്റു 3 എത്രയാണ്? 6.9 ഇൻറ്റു 10⁻⁻⁷. രണ്ട് നമ്പറിലും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എഡിഷൻ തന്നെയാണ്. -4 പ്ലസ് -3 ദാറ്റ് ഇസ് ഈക്വൽ ടു -7. കണ്ടോ? അപ്പം നമ്മൾ ഇവരെ ആഡ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ തരാം കേട്ടോ. ഇതിന് പകരം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഡിവിഷൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ടില്ല. അതായത് 2.3 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 3 ഇൻറ്റു 10⁻�3. എന്താ ചെയ്യുക? സിമ്പിൾ അല്ലേ? 2.3 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻⁴ പ്ലസ് 3 ആണ്. ഈ 3 പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവാണ്. ഒരു നെഗറ്റീവും പോസിറ്റീവും പ്ലസ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലേ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത്. 3 3 9 6.9 ഇൻറ്റു 10⁻⁻1 അല്ലേ? 3യും 4ഉം ആഡ് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് ചെയ്യും. ഡിഫറെൻറ്റ് സൈൻ ആണ്, വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ടു. എന്താണ്? 10⁻⁻1. കാര്യം മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ ഒന്നുമില്ല. നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, 10ൻ്റെ പവേഴ്സിനെ ആഡ് ചെയ്യുക. ഡിഫറെൻറ്റ് സൈൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്കറിയാം, സബ്ട്രാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അല്ലേ? ഓക്കെ, ഇനി ഡിവിഷൻ ചെയ്യാം നമുക്ക്. ഡിവിഷനും സെയിം റൂള് തന്നെയാണ്. ഡിവിഷൻ 2.1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10⁻². ഓക്കെ, ഇത് ഡിവിഷനാണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡിവിഷനാണ്. x⁻m ഡിവൈഡഡ് ബൈ x⁻n ഇസ് ഈക്വൽ ടു x⁻m മൈനസ് n. പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഡിവിഷൻ ആണെങ്കിൽ x⁻m ഡിവൈഡഡ് ബൈ x⁻n ഇസ് ഈക്വൽ ടു x⁻m മൈനസ് n. അതെന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 2.1 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10⁻³ മൈനസ് 2. അപ്പം 2.1 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10⁻². 3 minus 2 is equal to 1. 2.1 divided by 7 എത്രയാ? 0.3 ഇൻറ്റു 10⁻1. സയൻറ്റിഫിക് നൊട്ടേഷനിൽ എപ്പോഴെങ്കിലും നമുക്ക് 0.3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ 10 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതും? 0.3 ഇൻറ്റു 10⁻1 എന്ന് പറഞ്ഞാൽ 0.3ന് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ല ഇതിൻ്റെ അർത്ഥം, പോസിറ്റീവ് ആയിരുന്നു. അപ്പം 3 ആണ് വാല്യൂ. കണ്ടോ?
1 ഡിവൈഡഡ് ബൈ 7 കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്തിനാണ്? ഇതേപോലത്തെ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ തന്നെന്ന് വിചാരിക്കുക, 2.2100 ഡിവൈഡഡ് ബൈ 700 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് കുഴപ്പമില്ല. വലിയ വാല്യൂസും ചെറിയ ചെറിയ, കാരണം ഇങ്ങനെയൊക്കെ ചെറിയ വാല്യൂസൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷൻ ആകുമ്പോൾ എന്ത് എളുപ്പമല്ലേ നമുക്ക് സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷനൊക്കെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സൈനിൽ തരാം. 2.1 into 10 raised to minus 5 divided by 7 into 10 raised to 3. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഇവരെ രണ്ടാളെയും 2.1 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു 10. നമുക്കറിയാം എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ. ഈ ഒരു ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത ദിവസം ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അപ്പോൾ ലെങ്ത്ത് തോന്നുകയാണെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യൂ, എന്നിട്ട് അടുത്ത ദിവസം ബാക്കി കേട്ടാൽ മതി കേട്ടോ. ബോർ അടിച്ചുകൊണ്ട് ക്ലാസ് കേൾക്കരുത്. ഏത് സബ്ജക്റ്റ് ആയാലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അപ്പം നിർത്തിയേക്കുക. നെക്സ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിക്കോളും. അപ്പം 10 raised to 5 മൈനസ് 3 ആണ് അല്ലേ, -3 ആണ്. പക്ഷേ 3 എന്താണ്, പ്ലസ് സൈനിലാണ്, സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, 0.3 into 10 raised to -8 അല്ലേ, -5 -3 എന്താണ്, 8 ആണ്. ഒരിക്കലും നമുക്ക് ഒരു സയൻറ്റിഫിക് നൊട്ടേഷന് ലെസ് ദാൻ 1 എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 3ൻ്റെ അടുത്തേക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കണം അല്ലേ. അത് കൊടുക്കുമ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ നമ്പറിൽ ഇതിൻ്റെ അർത്ഥം, ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ, അതായത് പോയിന്റ് ഇത്രയും നമ്പർ, അതായത് 0.000008 ആണ് അല്ലേ, അത്രയും നമ്മൾ ജമ്പ് ചെയ്യിപ്പിക്കണം. ഈ ഡിജിറ്റിനെ 0.3നെ നമ്മൾ 1 2 3 4 5 6 7 8 ഇത്രയും ജമ്പ് ചെയ്യിപ്പിച്ചിട്ട് ഇതാ 0 0 0 0 0 0 0 ഇതാണ് ശരിക്കും 3 എന്താണ് 3 into 10 raised to -8 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതരുത്, 3 into 10 raised to -8 നമ്മൾ 3 പോയിന്റ് എന്നുള്ളത് എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെയും ഈ ഡെസിമൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ എങ്ങനെ എഴുതും, 3 into 10 raised to -9 അല്ലേ, 3 പോയിന്റ്, അതായത് 3 into 10 raised to -9. ഇതിൻ്റെ അർത്ഥം എന്താ, 0.3 into 10 raised to -8 എന്ന് പറഞ്ഞാൽ 3 into 10 raised to -9 ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് എഴുതി നോക്കിയാൽ സുഖമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താ, 0.3 into 10 raised to -8, ദാറ്റ് ഇസ് 3 into 10 raised to 9. ഇപ്പം നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷൻ കറക്റ്റായി. ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും റൂള്. ഇനി അഡീഷൻ ഡിഫറെൻ്റ് എന്ന റൂളാട്ടോ. അഡീഷൻ എന്ന് പറയുമ്പം അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞ പോലെ ഒരേ റൂൾ തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2.5 into 10 raised to 3 പ്ലസ് 2.1 into 10 raised to 4 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആദ്യം ഈ എക്സ്പോണൻഷ്യൽ രണ്ടും ഒരുപോലെ ആക്കണം. എന്താക്കണം, ഒരുപോലെ ആക്കണം. ഒന്നുകിൽ രണ്ടാളും 10 raised to 3ൻ്റെ എക്സ്പോണൻ്റ് ആവണം, അല്ലെങ്കിൽ രണ്ടാളും 10 raised to 4ൻ്റെ എക്സ്പോണൻ്റ് ആക്കണം. അപ്പോൾ അത് നമുക്ക് അറിയണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിനെ കയറി 10 raised to 3ൻ്റെ ഫോമിലാക്കാൻ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതാം, 2.5 into 10 raised to 3 പ്ലസ് ഇതിനെ ഞാൻ എങ്ങനെ 10 raised to 3ൻ്റെ ഫോമിലേക്ക് ആക്കും. 10 raised to 3ൻ്റെ ഫോമിലേക്ക് ആക്കണമെന്ന് വെച്ചാൽ ഒരു നമ്പർ കുറയണം, പക്ഷെ കുറഞ്ഞാൽ എന്ത് പാടില്ല, ഇതിൻ്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നോക്കി നോക്കാം. 2.1ൻ്റെ അർത്ഥം എന്താ, 10 raised to 4 എന്ന് പറഞ്ഞാൽ 21ഉം 3 zeros-ഉമാണ്. 2.1 into 10 raised to 4, അതായത് ഞാനിങ്ങനെ ജമ്പ് ചെയ്യിപ്പിച്ചു. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. എനിക്കിത് 10 raised to 3 to 10 raised to 4നെ ഞാൻ 10 raised to 3ൻ്റെ പവറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇത് പവറിലേക്ക് 3ലേക്ക് ആക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ, ഈ 4 എന്ന് പറഞ്ഞൊരു നമ്പർ കുറയണം എന്ന് വെച്ചാൽ ഇവിടെ കുറയാൻ പാടില്ല, പക്ഷേ നമ്മൾ ഈ ഡെസിമലിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെസിമലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ 2.1 into 10 raised to 4 എന്താ നോക്കി നോക്കുക. 2 എത്ര ഡെസിമൽ ജമ്പ് ചെയ്യണം, 4 times അല്ലേ. അപ്പോൾ ഒരു തവണ ചെയ്ത 21, പിന്നെ ബാക്കിയുള്ളത് 3 zeros ആണ്. ഇതാണ് ഈ ഒരു നമ്പർ. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 20. എനിക്ക് 10 raised to 3 ഫോമിൽ എഴുതാം. അപ്പോൾ
ഇവിടെയുള്ള ഡെസിമലിന് 1 2 3. അപ്പം 21 ഇൻറ്റു 10⁻³ അല്ലേ? ഇപ്പം രണ്ടാൾക്കാരും എന്ത് ഫോമിലായി? എക്സ്പോണൻഷ്യൽ ഫോം അല്ലേ? ഇത് എളുപ്പമാണ്. 2.1നെ 10⁻³ ഫോമിലേക്ക് ആക്കാൻ അതിലൊരു സീറോനെ എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 21 ഇൻറ്റു 10⁻³. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. ഇനി ഈ 10⁻3നെ 10⁻4 ആക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെ കൂടെ എക്സ്ട്രാ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2.5 ഇൻറ്റു 10⁻3യും 21 ഇൻറ്റു 10⁻3യും ആക്കി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? ഇത് രണ്ടാളത്തിലും കോമൺ ആയിട്ട്, അതായത് ഇവരെ 2.5 പ്ലസ് 21 ഇൻറ്റു 10⁻³ അല്ലേ? ഇതിൽ രണ്ടെണ്ണത്തിലും കോമൺ ആരാ? 10⁻³ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതല്ലേ? അപ്പം എക്സ് ഇൻറ്റു എ പ്ലസ് വൈ ഇൻറ്റു എ ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ രണ്ടെണ്ണത്തിലും കോമൺ ഫാക്ടർ ആരാ? എനെ പുറത്തെടുത്തിട്ട് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാറുണ്ടല്ലോ മാത്തിൽ അല്ലേ? ഇതിലെയും കോമൺ ഫാക്ടറാണ് എ. അപ്പം നമ്മൾ എനെ പുറത്തെടുത്ത് അതേപോലെ നമ്മൾ ചെയ്ത്, എന്നിട്ട് നമ്മൾ 21 പ്ലസ് 2.5 ചെയ്യും. ദാറ്റ് ഇസ് 23.5. 23.5 ഇൻറ്റു 10⁻³ ആണ് ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. എനിക്ക് പറയാൻ നല്ല എളുപ്പം. അത് പക്ഷേ പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നടക്കുള്ളൂ. അപ്പം ഇനി ഒരു സബ്ലം നോക്കൂ. ഇതിന് സബ്ട്രാക്ഷൻ ആണേ. അപ്പം നിങ്ങൾക്ക് രണ്ടറിയാം, ഇത് സബ്ട്രാക്ഷനോ എഡിഷനോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പേഴ്സിലെ എക്സ്പോണൻസിന് ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കും. ഒന്നെങ്കിൽ 10⁻² ഫോമാറ്റിൽ അല്ലെങ്കിൽ 10⁻³ ഫോമാറ്റിൽ, രണ്ടെണ്ണത്തിന്. അപ്പം ഞാൻ ഇതിനെ 10⁻² ഫോമാറ്റിലാക്കണം. അപ്പോൾ ആദ്യത്തെ നമ്പർ 2.5 ഇൻറ്റു 10⁻² മൈനസ് ഈ 4.8നെ 10⁻² ഫോർമാറ്റിലാക്കണം. 10⁻³ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 3 തവണ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 4.8ൻ്റെ 3 തവണ 10 വെച്ച് ഡിവൈഡ് ആണ്. അപ്പം ഞാൻ അതിൽ ഒരു ഡിവിഷൻ അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ എന്തായി? 10⁻² വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു തവണ ഡിവൈഡ് ചെയ്തുമ്പോൾ എന്തായത്? 0.4. ഇതിൻ്റെ അർത്ഥം എന്താ? 4.8 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 4.8നെ 3 തവണ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കുറയ്ക്കുക, അതായത് -2 ആക്കണമെങ്കിൽ ഒരു തവണ ഞാൻ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. 4.8നെ ഡിവൈഡ് ചെയ്താൽ 0.48 ഇൻറ്റു 10⁻² ആയി. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. അപ്പം ഇനി എന്താ വരിക? 2.5 ഇൻറ്റു 10⁻², 0.48 ഇൻറ്റു 10⁻² എന്നും വന്നു. ഇനി ഞാൻ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യാണ്. 2.5 സബ്ട്രാക്ട് മൈനസ് 0.4. രണ്ടാളിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 10⁻². നമ്മളങ്ങ് ചെയ്തേക്കാം. 2.5 മൈനസ് 0.48. 0 ആണല്ലോ നമുക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 202 2.02 ഇൻറ്റു 10⁻². കണ്ടോ ആൻസർ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നിങ്ങൾക്ക് തോന്നും സിമ്പിൾ അല്ല എന്നൊക്കെ. സിമ്പിളാണ്. ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാര്യം മനസ്സിലായ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ വെച്ചിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും നന്നായി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി ഇത് മനസ്സിലായില്ല, എവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ ആ ഒരു പാട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോയി. ഇത് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് നമ്മുടെ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺഫ്യൂഷൻ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇന്ന് കുറേ ലെങ്ത് ആയി ഉണ്ടാവും. ബോറടിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് അപ്പോൾ എന്ത് ചെയ്യാം? പോസ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം പഠിച്ചാൽ മതി ബാക്കി. പക്ഷേ ഇങ്ങനെ സ്ലോ ആയി പോയാൽ നമ്മുടെ പോർഷൻസ് ഒന്നും എവിടെ എത്തൂല. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.